വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പതിവ് പോലെ 6 മണിക്ക് തന്നെ എൻ്റെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുതൽ നമുക്ക് കുറച്ചധികം പണികളുള്ള ദിവസങ്ങളാണ്. അപ്പോൾ കുറച്ച് നേരത്തോടെ എഴുന്നേറ്റ് ചടപടെ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 മാസത്തിലും മേലായിട്ടുണ്ട് നമ്മൾ വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒതുക്കിയിട്ട്. കാരണം തീരെ ഒതുക്കാൻ പറ്റാറില്ല കേട്ടോ. നമുക്കിപ്പോൾ മൊത്തത്തിൽ കാണുന്ന ഭാഗങ്ങളൊന്ന് തുടച്ചിടുന്നല്ലാണ്ട് ഡീപ്പായിട്ടൊരു ക്ലീനിങ് കൊടുത്തിട്ട് കുറേ നാളായി, ഏകദേശം 1 മാസത്തിന് മേളിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചീശയായിട്ട് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് ചോറ് വെക്കണ്ട കേട്ടോ. ഇന്നലെ അമ്മ വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയത്തെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ആ ചോറ് എടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചൂറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മയ്ക്ക് 8:30 പോകണം. അതിന് മുമ്പ് അതിന് പണികൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അച്ഛൻ എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ അച്ഛനൊരു ഗ്ലാസ് കട്ടനും എടുത്തു, എനിക്കുള്ള 1 ഗ്ലാസ് കട്ടനും എടുത്തു. ഞാൻ നേരെ വന്ന് നിന്ന് കുടിക്കുകയാണ് കേട്ടോ. രാവിലെ 1 ഗ്ലാസ് ചായ എടുത്ത് പുറത്തൊക്കെ നടന്നിട്ടാണ് കേട്ടോ കുടിക്കുക. ചെടികളുടെ ഇടയിലും അതുപോലെ തന്നെ പറമ്പിലൊക്കെ ഒന്ന് വെറുതെ നടക്കും. കാരണം രാവിലെ തന്നെ എന്തെങ്കിലും മൂഡ് ഓഫോ കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു ചെറിയ നടത്തം കൂടി നമ്മുടെ ബോഡിക്ക് കിട്ടും കേട്ടോ. അതും നല്ലതാണ്. നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ കുറേ പുതിയ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. രാവിലത്തെ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ നടന്ന് ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒഴിച്ച് നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിച്ചൺ ഡ്യൂട്ടി വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേഗം ക്ലീനിങ്ങിന് നിൽക്കാം. ഇന്നലെ ഈവനിങ്ങിൽ കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പഴമാണെങ്കിൽ ഇരുന്നിരുന്ന ഒരു കറുപ്പ കളറും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ള പഴം മുഴുവൻ ഞാനെടുത്ത് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൽ ബാക്കി ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ അത് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പാലൊക്കെ വെച്ചതേ പാലൊക്കെ തിളച്ച് പോയിട്ടുണ്ട് കേട്ടോ. കാരണം അതവിടെ വെച്ചിട്ട് ഞാൻ എന്തോ കാര്യത്തിന് പോയി. അമ്മ നോക്കുന്നു ഞാനും വിചാരിച്ചു, ഞാൻ നോക്കുന്നു അമ്മയും വിചാരിച്ചു. അതാണ് ഉണ്ടായത് മെയിനായിട്ട്. കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അച്ഛനുള്ളത് പ്രോട്ടീൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലോട്ട് കിടക്കാം കേട്ടോ. ഇന്ന് രാവിലെ വെള്ളയപ്പവും അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കടലെടുത്ത് വെള്ളത്തിലിടാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറൊരു കറി ഉണ്ടാക്കാന്നുള്ളതൊക്കെ റിസ്ക്കാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് രാവിലെ തന്നെ ആരോഗ്യം അങ്ങനെ വലിയ താല്പര്യമില്ല, ഗ്യാസ് കയറുന്ന പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നാളികേരപ്പാൽ പിഴിഞ്ഞു കൊടുക്കാമെന്ന്. ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നത്, അതുപോലെ തന്നെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ അതേ വെള്ളയപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുമിച്ച് എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ആദ്യം പോകുന്നത് അച്ഛനും പിന്നെ പോകുന്നത് അമ്മയാണ്. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള വെള്ളയപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാനിനി ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടേ കഴിക്കുള്ളൂ. അതും എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ കേട്ടോ വെള്ളയപ്പം കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്മൂത്തി അടിച്ച് കുടിക്കലാണ് പതിവ്. പിന്നെ ഉണ്ണിയുടെ ടൈം ആകുമ്പോൾ ഉണ്ണി ഉണ്ടാക്കിക്കോളും. അപ്പം ഞാൻ അവർക്ക് 2 പേർക്കുള്ള വെള്ളയപ്പാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പാൽ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച് നമുക്ക് പതുക്കെ ജിമ്മിൽ പോകാനായിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ച് ചായ എടുത്ത് പാപ്പൂസിനെ വിളിക്കാൻ പോയതാണ് കേട്ടോ. അവൾ ഭയങ്കര ഉറക്കം. എനിക്കാണെങ്കിൽ കണ്ടിട്ട് സഹിക്കണമില്ല കേട്ടോ. ഏത് നേരം ഉറക്കം മാത്രമേ അവൾക്ക് പണിയുള്ളൂ. എന്തോരം ഉറക്കാന്നറിയോ ഉറങ്ങി തീർക്കണത്. അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അച്ഛൻ്റെ മുണ്ട് തേച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. സാധാരണ ഒരാഴ്ചയ്ക്കുള്ള തേച്ച് വെക്കാറുള്ളതാണ്. ഈ വട്ടം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയി അച്ഛൻ്റെ മുണ്ടും ഷർട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായയും കുടിച്ച് ജിമ്മിൽ പോകാനായിട്ട് റെഡിയായി. പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഉണ്ണി മരക്കഷ്ണം എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ കിച്ചണിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ മീഷോയിൽ നോക്കിയപ്പോൾ അത്യാവശ്യം പൈസയുണ്ട്. പിന്നെ കണ്ടിട്ടും വലിയ രസം തോന്നിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്നുള്ള പ്ലാൻ ചെയ്തു. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വീട്ടിൽ മരപ്പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ വേസ്റ്റ് പീസുകൾ ഉണ്ടാവും. അത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഉണ്ണിക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വെറുതെ കാശി കളയേണ്ടാവും ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ നേരം വൈകിട്ടോ. പിന്നെ ഞാൻ ബസ്സും പിടിച്ചാണ് ഇന്ന് ജിമ്മിൽ പോയിട്ടുള്ളത്. ജിമ്മിൽ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസം തോന്നുന്നുണ്ട് എനിക്ക്. അത്യാവശ്യം നല്ല പോലെ വയറൊക്കെ നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളിത് നേരെ ക്ലീനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വീടിൻ്റെ അകത്തെ ക്ലീനിങ് അല്ല കേട്ടോ, വീടിൻ്റെ പുറത്തെ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. കുറേ ദിവസമായി അമ്മ ചകിരിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് മോളിൽ കയറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുപുറത്ത് സ്ഥലം കുറവായതുകൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചാൽ ശരിയാവില്ല. കാരണം പാമ്പുകളുണ്ട് കേട്ടോ. മൂർക്കം മുതൽ മലമ്പാമ്പ് വരെയുള്ള ഏരിയ ആണ്. കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വാളും. അപ്പോൾ മോള് കൊണ്ടുപോയി വെച്ചിട്ട് മണ്ണെണ്ണ തെളിച്ചിടാനുള്ള പ്ലാനിലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ അവിടെ സ്പേസും ഇല്ല, കുറവാണ് സ്പേസ്. അപ്പോൾ മോളിൽ കയറ്റണം കേട്ടോ. അത് വലിയൊരു ടാസ്ക്കാണ്. ഇഷ്ടംപോലെ ചാക്കുണ്ടായിരുന്നു കയറി ഇറങ്ങൽ. പിന്നെ നല്ല വെയിലും. പിന്നെ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. കാരണം പറയുടെ ടൈമൊക്കെ ആയി തുടങ്ങിയിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം പുറത്തെ. പിന്നെ കുറച്ച് പുല്ല് പറിക്കാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ അമ്മയ്ക്കും തീരെ സമയം കിട്ടാറില്ല, എനിക്കും സമയം കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ണിയുണ്ട്, അവൾ ഹോസ്റ്റലിൽ പോകാറാവുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം.
അങ്ങനെ ഏകദേശം 1 മണിക്കൂറിന് മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചകിരിച്ചാക്ക് മൊത്തത്തിൽ മുകളിൽ കയറ്റാനായിട്ട് കൂട്ടത്തിൽ കുറച്ച് വിറകും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇതേ കോഴികൾ ബഹളം വെച്ച് തുടങ്ങിയിട്ട് അവർക്ക് തീറ്റ കൊടുക്കാനായിട്ട്. പിന്നെ തീറ്റയും വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതേ നമ്മുടെ ആട്ടും കൂടെ ആയിരുന്നു, പക്ഷെ ഇപ്പം നമ്മുടെ സ്റ്റോർ റൂം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആകെ കൊളായിട്ട് കിടക്കാണ് കേട്ടോ. ഒരു സാധനം പോലും അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെക്കാൻ പറ്റില്ല. മൊത്തത്തിൽ അപ്പോൾ അതിനൊന്ന് ക്ലീൻ ചെയ്യാം. സാധാരണ ചാക്കിലാണ് കേട്ടോ വേസ്റ്റ് ഇടൽ. പക്ഷേ നമുക്ക് എന്താ പറയുക, തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അങ്ങനെ ഇട്ടിട്ട് പിന്നൊതുക്കാന്ന് വെച്ചിരുന്ന് ആകെ കൊളായിട്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വലിയ പൊടി കാര്യങ്ങളില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫേസ് മാസ്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ വലിയ ഡീപ്പ് ക്ലീനിങ് അല്ല, ജസ്റ്റ് അത് പറക്കിയിടാൻ വേണ്ടു കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ കയറി ഒരു ചാക്കൊക്കെ എടുത്ത് സാധനങ്ങൾ മുഴുവൻ ചാക്കിലൊക്കെ പറക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കി പോകുമ്പോഴാണ് കേട്ടോ അതായത് തേനിൻ്റെ അട ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞീച്ച കേട്ടോ. പക്ഷേ കൂടൊക്കെ നാശമായിട്ടുണ്ട്. അപ്പോൾ ഇവർ പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റില്ല, കാരണം കുത്തണ പേടിയല്ല, പക്ഷേ വൃത്തിയില്ലാണ്ടിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ എടുത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇങ്ങനെ തോടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പശ പോലെ ഒട്ടുന്നുണ്ട്. പിന്നെ കഴിക്കാനും പേടിയായിട്ടോ, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. നല്ല ക്ഷമയുള്ള സമയത്താണ് കേട്ടോ ഇതുപോലുള്ളതൊക്കെ ഒതുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തലയ്ക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കും. വീടിൻ്റെ അകം ഒതുക്കി പറക്കണ പോലെയല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതും ദേ ഉണ്ണിയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ രണ്ടാളും കൂടി ഒതുക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അഴയ്ക്ക പൊട്ടി വീണത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ കൊണ്ട് ഒരു അഴയ്ക്കയും കൂടി കെട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് കുറച്ച് ചെടികൾ നടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചെടികൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, പച്ചക്കറി തൈകളാണ് കേട്ടോ. കുറച്ച് മുളക്, കുറ്റിപ്പയർ, അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഗ്രോ ബാഗൊക്കെ ഇരിക്കുന്ന മുകളിലാണ്. അപ്പോൾ മുകളിൽ നിന്ന് അത് അടിയിലേക്ക് ഇറക്കി ഇവിടെ ഭാഗത്തുള്ള പുല്ലൊക്കെ പറിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഉണ്ണി പുല്ലൊക്കെ പറിച്ച് അവൾ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ കയറിയിട്ട് ഗ്രോ ബാഗൊക്കെ അവൾക്ക് ഇറക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാപ്പൂസ് കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. തലയ്ക്ക് പ്രാന്ത് പിടിപ്പിക്കും. അപ്പോൾ അവളെയും കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടുണ്ട്. അവളെ കിടക്കട്ടെ കുരിപ്പെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉണ്ണി ക്ലീനിങ് തുടങ്ങിയപ്പോൾ ഞാൻ നേരെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പാപ്പൂസിന് വരണം. അവൾ എന്നെ അവിടെ നിന്ന് കുറച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ചില്ലറ പൈസ കിളിങ്ങണ പോലെയാണ് കേട്ടോ കരച്ചിൽ. നമ്മുടെ ചെവിട് ഇങ്ങനെ തുളച്ച് നമുക്ക് പ്രാന്താവും. പിന്നെ ഒരുവിധം ഉണ്ണിയും കൂടി ഉള്ളതുകൊണ്ട് അവളെ ചീത്തയൊക്കെ പറഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു കുട്ടിയാണെന്ന വിചാരം, പട്ടിക്കുഞ്ഞാണ് സാധനം. പിന്നെ ഉണ്ണിക്കുള്ളത് ഞാൻ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പണിയായിട്ടോ, കാരണം കയറലും ഇറങ്ങലും ആയിട്ട് ഒരു വിധമായിട്ടുണ്ട്. കാലൊക്കെ നല്ല വേനയായിട്ടോ. രാത്രിയാകുമ്പോൾ അറിയാം കഴപ്പും വേദനയൊക്കെ ആയിട്ട്. അങ്ങനെ ഇറക്കി അതും കൂടി സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ, പക്ഷേ ഇന്ന് ഇത് ഇത്രയും മതി കേട്ടോ. കാരണം നല്ല ക്ഷീണമായി. കാരണം ഈ കയറി ഇറങ്ങൽ തന്നെയായിരുന്നല്ലോ. പിന്നെ കുറേ ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുറമേലത്തെ ക്ലീനിങ് ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ മുമ്പ് ഗാർഡൻ ക്ലീൻ ചെയ്തു, ഇത് സെറ്റാക്കി, ആട്ടും കൂടി സെറ്റാക്കി, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പുറത്തെ മാറാലടിക്കാനുള്ളത്, അതിപ്പോൾ എന്തായാലും അകത്തെ മാറാലടിക്കണതിൻ്റെ കൂടെ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നനയ്ക്കാനുണ്ടായിരുന്നു, നേരെ നനയ്ക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നാളെ കാണാം. ബൈ ബൈ.